പെരുന്നാളിനെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് പ്ലാൻ ഉണ്ടോ? അപ്പോൾ അത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എല്ലാ ബിരിയാണിക്ക് ചേർക്കുന്ന അതേ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന രീതിയിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുമ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റും അപ്പാടെ അങ്ങ് മാറും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മൾ ചെയ്യുന്ന ഓരോ ബിരിയാണി റെസിപ്പിയാണ് ഞാൻ സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ എല്ലാ ബിരിയാണിയും ചേർക്കുന്ന സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഞാനത് അവിടെ ഒരു 3/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചിക്കൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതായിരിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാക്കും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല. പിന്നെ ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണേ. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരും. ഇനി ഞാൻ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുഗൾ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ജീരകശാല റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു 2 കപ്പ് എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവാണ് 2 കപ്പ്. നമ്മൾ സാധാരണ കേക്ക് കൊണ്ടാക്കാനായിട്ട് എടുക്കൂലേ കപ്പളവ്, അതിലൊരു 250 ml കപ്പിൻ്റെ 2.5 കപ്പ് അളവ്, 2.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു കടായിലോട്ട് ആവശ്യം പോലെ ഓയിൽ ഒഴിച്ചെടുക്കും. ഞാൻ അവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ബിരിയാണിക്ക് വെളിച്ചെണ്ണ, നെയ്യ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കൈപ്പിടി, അതൊരു പകുതി സവാള ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ജസ്റ്റ് ലാസ്റ്റത്തെ ആ ഒരു അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ടുള്ള മാത്രമാണ്. പിന്നെ ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ വീണ്ടും കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരി അതും ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ. പിന്നെ ഇതാ ഒരു ഓയിലിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഒന്ന് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കാം. അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് സവാള ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് അടികട്ടികൾ ഉരുളിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദമ്മിട്ടെടുക്കാനൊക്കെ പാകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉരുളി ഞാൻ വെച്ച് കൊടുത്തത്. അതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് മതി കേട്ടോ. നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഓയിലും കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ളതാണ്. അപ്പം അത് റെഡിയാവുന്ന സമയം കൊണ്ട് ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നേരത്തെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഏകദേശം നായി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്ക് ആ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് നായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് നമുക്ക് തിരിച്ചതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ഏകദേശം നായി വന്നപ്പോഴേ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാകം എത്തണം. സവാളയൊക്കെ ഈ ഒരു പാകം എത്തിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ആ ഒരു ഓയിലോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഒരുപാട് ഓയിലാണെങ്കിൽ അത്രയും ചേർക്കേണ്ട, കുറച്ചൊന്ന് മാറ്റിയിട്ട് കുറച്ച് ഓയിലും കുറച്ച് ആ ഒരു ചിക്കൻ ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, അതായത് ഒരു 10-12 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. 4-5 പച്ചമുളക്, പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്താനായിട്ടോ ആ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആ ഒരു ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അങ്ങനെയും തന്നെ നെക്കിക്കടി ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒന്ന് കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ചിലപ്പോൾ ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് അടി താഴ്ത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. വീണ്ടും നമുക്ക് അടച്ചൊന്ന് വയ്ക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ചിക്കൻ ഓൾറെഡി വെന്തതാണ്, ഒരു ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഇതാ വേറൊരു പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്കയും, ഒരു കഷ്ണം പട്ടയും, പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പും, പിന്നെ 1/2 ടീസ്പൂണോളം സാജീരകം ചേർക്കുന്ന സമയത്ത് റൈസിന് നല്ലൊരു ഫ്ലേവർ ടേസ്റ്റും ഒന്നും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതാ 1 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ചേർത്തില്ല, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്തിടാം. ഞാൻ അങ്ങനെ കുതിർത്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ, റൈസ് കഴുകി അങ്ങനെ തന്നെ വെള്ളം ഊറ്റി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ആ ഒരു ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു അരി ഒന്ന് പൊടിപൊടയെന്ന് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരെ ഒന്ന് വറുത്തുകൊണ്ടേ ഇരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിന് വറുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ വറുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ലോണം തിളച്ച വെള്ളം ചേർത്തെടുക്കാം. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, നമ്മൾ ഏത് പാത്രത്തിനാണോ അരി അളക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ. ഓൾറെഡി നമ്മൾ അരി വറുത്തത് കൊണ്ട് തന്നെ 2 കപ്പ് ഫുള്ളായിട്ട് വേണം. ചില സമയങ്ങളിൽ എനിക്ക് 2.25 അര കപ്പ് എക്സ്ട്രാ വീണ്ടും ചേർക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ഓരോരുത്തർ വാങ്ങിക്കുന്ന അരിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എനിക്ക് ഈ ഒരു അരിക്ക് ഇത്രയും വെള്ളം വേണം. അതുമല്ല, ഞാൻ ഈ ഷോപ്പിൽ നിന്നൊക്കെ അരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉടനെ അല്ല ഞാൻ സാധാരണ ബിരിയാണി തയ്യാറാക്കുന്നത്. ഞാൻ വീട്ടിൽ വാങ്ങിച്ച ഷെൽഫ് ലൈഫ് ഞാൻ അവിടെ വാങ്ങിക്കുന്ന റൈസിനൊക്കെ കുറച്ച് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. കാരണം ഞാൻ കൂടുതൽ ദിവസം ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണങ്ങിയ അരിയായിരിക്കും. കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടിയും വരും ചില സമയങ്ങളിൽ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 2 കപ്പ് കറക്റ്റായിട്ട് അളന്നെടുത്താൽ മതി, വറുത്താണ് വെക്കുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ റൈസ് ഒന്ന് വെള്ളമൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി ഒന്ന് അടച്ചൊന്ന് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് റൈസ് ഒന്ന് റെഡിയായി വരും. അതിനിടയ്ക്ക് ഞാൻ ഒരു മസാലയുടെ ഒരു അടപ്പൊന്ന് മാറ്റിയിട്ട് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് കൂടെ ചേർത്തെടുക്കാം. പുതിനയില കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്തെടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തെടുക്കും. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ, ചെറിയൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണേ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. അതിനിടയ്ക്ക് റൈസ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 10-12 മിനിറ്റ് അതിനുള്ളിൽ തന്നെ റൈസ് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് കുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പകുതി വേവല്ല, ഫുള്ളായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് റൈസ്. അപ്പോൾ മസാലയും ചിക്കനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൈസും ഇവിടെ സെറ്റാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ദമ്മിട്ടെടുക്കാം. അപ്പം ലാസ്റ്റ് ലെയർ നമ്മൾ ആ ഒരു മസാല വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു റൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മൊത്തത്തിൽ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂനട്ടും കിസ്മിസും ആ ഒരു ഉള്ളി പൊരിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 രമ്പ് ഇല ചേർത്തെടുക്കുന്നുണ്ട്. ഒരു ബിരിയാണി ഇലാണ് കേട്ടോ. അത് ഒന്ന് നല്ല ഫ്ലേവർ ആയിരിക്കും റൈസിന്. കുറച്ച് മല്ലിയിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ച് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അത്രയും മതി. ഓൾറെഡി എല്ലാം കുക്കായിട്ടുള്ള സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ 10-15 മിനിറ്റ് ഒന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 മണിക്കൂർ അങ്ങനെ അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു റൈസിൽ നന്നായിട്ട് ആ ഒരു ഫ്ലേവർക്കൊന്ന് ഇറങ്ങി കിട്ടും. അതിനുശേഷം അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും പെരുന്നാളിന് ബിരിയാണിയൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ബിരിയാണി ദമ്മ് പൊട്ടിച്ചപ്പം തന്നെ മണം അടിച്ചിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി റെസിപ്പിയും വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരു ലൈക്ക് മറക്കാതെ ചെയ്തേക്കണം കേട്ടോ, ചിലപ്പോൾ മറന്നുപോയാലോ. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. അഡ്വാൻസ് ഈദ് മുബാറക്ക്.